ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് നമ്മളങ്ങനെ ഒരു പുതിയൊരു കിടുക്കാച്ച വീഡിയോ ആയിട്ടാണ് കേസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണെന്ന് വെച്ചാൽ ഓക്കെ ഓക്കെ ഗായ്സ്. അപ്പോൾ ഇന്നെന്തായാലും കേസ് നമ്മളൊരു അടിപൊളി ഒരു ഗെയിമായിട്ടാണ് കേസ് വന്നേക്കണെന്ന് വെച്ചാൽ ഓക്കെ ഓക്കെ. അപ്പോൾ കുറേ പേർക്കൊക്കെ സംശയം ഉണ്ടായിരിക്കും ഇത് ഏതാണ് ഗെയിം എന്ന്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിം എന്നായിരിക്കും കുറേ പേരെന്തായാലും വിചാരിച്ചേക്കണം. ഓക്കെ, അതുപോലെ വേറെ കുറേ പേര് വിചാരിച്ചതാണ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ പുതിയ അപ്ഡേറ്റൊക്കെ വന്ന് പുതിയ വീടൊക്കെ മാറി എന്നായിരിക്കും നിങ്ങളെല്ലാവരും വിചാരിക്കണം. പക്ഷെ അങ്ങനെയല്ല ഗൈസ്. അതെന്ന് വെച്ചാൽ വേറൊരു ഗെയിം, ഇത് വേറൊരു ഗെയിം. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് സൂപ്പർ 3D കളൊക്കെയാണ് ഗൈസ് ഈ ഒരു ഗെയിമിൻ്റെ പേരെന്ന് വെച്ചാൽ. ഇത് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമല്ല, ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയുടെ പക്കയെന്ന് വെച്ചാൽ പക്ക കോപ്പി ഗെയിമുകളൊക്കെയാണ്. എൻ്റെ മോനെ, ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലുള്ള എല്ലാ സാധനമാണ് ഇതിലുള്ളതെന്ന് വെച്ചാൽ. പിന്നെ മറ്റേ ഗെയിമിനെക്കാളും കുറേ കൂടെ സാധനങ്ങൾ ഇതിലെന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, അതെന്ന് വെച്ചാൽ ഈ വീട് അങ്ങനെ ഈ ഗെയിമിലാണെങ്കിൽ സ്കൂളും പിന്നെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ പേരാണ് ഇന്ത്യൻ ബൈക്ക് സൂപ്പർ 3D കേസ്. ഓക്കെ, അത്യാവശ്യം നൈസൊരു ഗെയിമാണ്. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിൻ്റെ കോപ്പി ഗെയിമുകളൊക്കെയാണ് കേസ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാലും ഈ ഒരു ഗെയിമുകളൊക്കെ എന്നാലും ജസ്റ്റ് എന്നാലും എക്സ്പ്ലോർ ചെയ്ത് കാണാം. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു സ്ഥലമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. സത്യത്തിൽ കേസ് ഇതെന്ന് വെച്ചാൽ കേസ് നമ്മുടെ പഴയ വീടില്ല കേസ്. ഒക്കെ നമ്മുടെ പഴയ വീടില്ലൊക്കെ നമ്മുടെ ഈ ടൗൺ ഏരിയയിലായിട്ട് നമ്മുടെ ഈ ഒരു ഫ്രാങ്ക്ലൈനുകളൊക്കെ ഒരു പഴയൊരു വീടുകളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു പഴയ വീടുന്ന സ്ഥലങ്ങളൊക്കെയാണ് കേസ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, പഴയ വീട് കുറച്ചുകൂടെ നീങ്ങാണ് ഇരുന്നതെന്ന് വെച്ചാൽ. ഓക്കെ, പക്ഷേ ഇപ്പോൾ ആ പഴയ വീടുന്ന സ്ഥലത്ത് ഒരു അടിപൊളി ഒരു കിടുക്കാച്ച് വീടുകളൊക്കെ വന്നേക്കാണ്. അതേപോലെ തന്നെ ഈ ഒരു അറ്റത്തിരുന്ന കുറേ ബിൽഡിങ്ങിൽ അങ്ങോട്ടെടുത്ത് നീക്കിയിടുന്നാലും ഉണ്ട് കേസ്. ഓക്കെ, അവിടെയാണ് സത്യം പറഞ്ഞാൽ വീട് വന്നത്. ഓക്കെ, പക്ഷെ അവിടെ നിന്ന് ഇപ്പോൾ എന്നാലും ഇങ്ങോട്ട് നീക്കിയിടുന്നാലും ഉണ്ട് കേസ്. ഓക്കെ, അതുമാത്രമല്ല ഇതൊരു സെറ്റപ്പ് നൈസൊരു വീട് കണക്കാണ്. ഈ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു അടിപൊളി ഒരു കിടുക്കാച്ച സ്വിമ്മിങ് പൂള് കണക്കെ എന്നാലും ഉണ്ട് കേട്ടോ. ഇതൊരു നൈസൊരു വീടാണ്. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലെ പക്ക കോപ്പി കണക്കെയാണ്. ഓക്കെ, നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്ന കുറച്ച് കാര്യങ്ങളൊന്നും തന്നെ ഗെയിമിൽ ഇല്ലെന്നേ ഉള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം തന്നെ എന്തായാലും ഉണ്ട്. അതെന്തോ അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നണം. ഓക്കെ, ഈ ഗെയിമിനെ കുറിച്ച് ബാക്കി അറിയാമെന്നുള്ളവരെല്ലാവരും നല്ല കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ ഈ ഒരു ഗെയിമാണെങ്കിൽ പ്ലേ സ്റ്റോറിലെ കാര്യങ്ങളൊന്നും തന്നെ അവൈലബിൾ അല്ല. ഇതല്ലാതെ തന്നെ ഞാൻ എന്തായാലും ഗൂഗിളിൽ നിന്ന് ഞാൻ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് എന്തായാലും എടുത്തതാണ്. ഓക്കെ, നൈസൊരു ഗെയിമാണ്. ഓക്കെ, ഈ വീട് പിന്നെ എക്സ്പ്ലോർ ചെയ്ത് കാണാം. ഇതാണ് കേസ് നമ്മുടെ റൂം എന്ന് വെച്ചാൽ. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലുള്ള എല്ലാ വീട്ടിലും ഹോളിലാണ് കേസ് റൂം കൊണ്ട് വെച്ചേക്കണം. ഓക്കെ, പക്ഷെ എന്നാൽ പോലും അടിപൊളി വീടുകളൊക്കെയാണ് കേസ് അതെന്ന് വെച്ചാൽ. ഓക്കെ, അതെല്ലാം ഇപ്പോൾ മാറ്റിയിട്ട് എന്തായാലും ഉണ്ട്. അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ റൂമെന്ന് പറയണത്. അതേപോലെ തന്നെ ഇതാണ് കേസ് നമ്മുടെ ഹോളെന്ന് പറയണം. ഓക്കെ, എൻ്റെ മോൻ നൈസൊരു ഹോളാണ്. TV ഒക്കെ ഉണ്ട്. ഈ ഗെയിമിൽ പ്രോപ്സ് ഉണ്ടാകുന്നു അതെനിക്കറിയണം. അവർ ചീറ്റ് കോഡിൻ്റെ ഒരു വീഡിയോ പിന്നെ ചെയ്യുന്നതാണ്. നമ്മുടെ മറ്റേ ഗെയിമിലുള്ള എല്ലാ ചീറ്റ് കോഡ്സും തന്നെയാണ്. ഓക്കെ, ഈ വീടിൻ്റെ മണ്ടൊക്കെ എങ്ങനെയാണെന്നോ കയറണം കേസ് അതെനിക്ക് അറിഞ്ഞൂടെ. ഈ വീടിൻ്റെ സ്റ്റെപ്പില്ലെന്നാണ് കേസ്. ഞാൻ അതെല്ലാം ഫുള്ളായിട്ടൊന്ന് ഇറങ്ങി നോക്കട്ടെ. കണ്ട കേസ് ഈ ഒരു വീടിന് കണ്ട സെക്കൻഡ് ഫ്ലോറുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവിടെ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല കേസ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ വീട്ടിന് ഇങ്ങനെ ആയിരിക്കും സംഭവം എന്ന് വെച്ചാൽ. ഓക്കെ, നമുക്ക് ഈ ഒരു ഗെയിമിന് മറ്റേ ഡ്രോൺ മോഡ് ഉണ്ടാകും നോക്കിയാൽ കേട്ടോ കേസ്. ഓക്കെ, നമ്മുടെ മറ്റേ ഡ്രോൺ മോഡില്ല അതുണ്ടാകും നോക്കട്ടെ. എന്നാൽ നമുക്ക് ഇൻറ്റീരിയറൊക്കെ ഫുള്ളായിട്ട് സൂപ്പറായിട്ട് കാണാമായിരുന്നു. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ DON അടിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഈ ഒരു ഗെയിമിലാണെങ്കിൽ ഡ്രോൺ മോഡില്ല, ജെറ്റ് പാക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് നല്ല ജെറ്റ് പാക്കുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഈ ഗെയിമിൽ ജെറ്റ് പാക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ജെറ്റ് പാക്ക് വെച്ചെന്നാലും നമുക്ക് എന്തായാലും ചുമ്മാ ഒന്ന് മുകളിൽ വരെ ഒന്ന് പോയിട്ട് വരാം. എന്താണെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ മണ്ട കയറാൻ പറ്റില്ല. യെസ് ഗൈസ്, ഈ വീടിൻ്റെ മണ്ടയ്ക്ക് വലിയ പ്രത്യേകിച്ച് വേറെ വലുതായിട്ടൊന്നും തന്നെ ഇല്ല കേട്ടോ. എന്തായാലും ഇത്രയാണ് ഈ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ. ഓക്കെ, ഇനി നമുക്ക് ഈ സിറ്റി ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണാം. പിന്നെ ഈ ഒരു ഗെയിമിൽ ശ്രദ്ധിച്ചൊരു അടിപൊളി ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എന്ന് പറയണം. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലുള്ള എല്ലാ ഡ്രസ്സും തന്നെയാണ് ഈ ഒരു ഗെയിമിൽ എന്തായാലും ഉള്ളതെന്ന് വെച്ചാൽ. പക്ഷേ കളർ വ്യത്യാസമുണ്ട് ഗൈസ്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തന്നെ തരാം. ഓക്കെ, ഇത് ഗാലറിയിൽ നിന്ന് തന്നെ എടുക്കുകയാണ് വെച്ചാൽ. ഓക്കെ, നമ്മുടെ ഷർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് സത്യത്തിൽ കേസ് ഒരു വെള്ള കളറിലുള്ളൊരു ഷർട്ട് കണക്കെയാണ്. ഓക്കെ, ഷർട്ടല്ല വെള്ള കളറിലുള്ളൊരു ജാക്കറ്റ് പോലത്തെ സാധനമായിരുന്നു. ഓക്കെ, അതിപ്പോൾ ഈ ഗെയിമിലോട്ട് വരുമ്പോൾ അത് മഞ്ഞയായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ബനിയന് വേറെ വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു തന്നെ റെഡിനൊന്നും വ്യത്യാസം തന്നെ ഇല്ല. പക്ഷേ ഗൈസ് ഉണ്ട് ആ ഒരു നമ്മുടെ വൈറ്റ് ഇല്ലേ അതിൻ്റെ തന്നെയുള്ള യെല്ലോയും ഉണ്ട്, പിന്നെ ഈ അതിൻ്റെ തന്നെ ആയിട്ടുള്ള ബ്ലൂ ഉണ്ട് ഗൈസ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ മറ്റൊരു ആർമിയുടെ ഒരു എഡിഷൻ ആയിട്ടുള്ള ഒരു കിടക്കാച്ചായിട്ടുള്ള ഒരു ജാക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇതെന്ന് വെച്ചാൽ. ഇതിന് കളർ വ്യത്യാസമുണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ പിന്നെ ഈ ബ്ലാക്ക് സെയിം തന്നെയാണ്. ഓക്കെ, ഇത്രയാണ് ഇതിലുള്ളതെന്ന് വെച്ചാൽ. ഓക്കെ, പിന്നെ ആ ആർമിയുടെ ഏതാണ് ഇതും കൂടെ എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, ഇത് കണ്ട ഫുൾ ബ്ലൂ ആണ് കണ്ട, അതിൻ്റെ ബ്ലൂവും കൂടെ എന്തായാലും ഉണ്ട് കേസ് ആർമിയുടെ. അതുപോലെയാണ് ഞാൻ എന്തോ ഒരു പച്ച കളർ എന്തോ കണ്ട് കേസ്. ഓക്കെ, പച്ചയല്ല വേറെ ഇത് നമ്മൾ ആദ്യം നോക്കിയാണെന്ന് തോന്നുന്നു. ഓക്കെ, നോർമലായിട്ടുള്ളതും ഉണ്ട് കേട്ടോ. ഇതാണ് കേസ്, ഇത് നൈസായിട്ടുണ്ട് കേട്ടോ, കിടുക്കാച്ചായിട്ടുള്ളൊരു ഇത് കണക്കാണ്. ഓക്കെ, പാൻറ്റിന് വലുതായിട്ട് വ്യത്യാസം വരണമെന്ന് തന്നെ ഇല്ല കേസ്. ഓക്കെ, എന്നാലും ഇതിൻ്റെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേസ്. ഓക്കെ, ഈ ഒരു പച്ച കളർ നൈസായിട്ടുണ്ട് കാണാനായിട്ട്.
നമുക്ക് നല്ല പാൻറ് ഇടാം. അതേപോലെ തന്നെ ബാഗ് കളർ വ്യത്യാസം തന്നെ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ബാഗിനാണെങ്കിൽ വേറെയും കുറേ കളേഴ്സ് ഉണ്ട്. ഓക്കെ, വാവ്, ഈ വൈറ്റ് നൈസറുണ്ട് കേട്ടോ. മാസ്കിനും കളർ വ്യത്യാസമുണ്ട് ഗൈസ്. ഓക്കെ, എൻ്റെ മോനെ ഗൈസ്, അടിപൊളി മാസ്കുകളാണ്. നമ്മുടെ മറ്റേ ഗെയിമിലുള്ളതും ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ മഞ്ഞ നൈസായിട്ടുണ്ട്. നമുക്ക് എന്തായാലും കളർ മാച്ചിന് വയ്ക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് ഈ വൈറ്റ് വയ്ക്കാം. പിന്നെ തൊപ്പിയാണ് കേട്ടോ. തൊപ്പി വലിയ വ്യത്യാസം തന്നെ ഇല്ല. കണ്ണാടി നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമില്ല. മുടിയൊക്കെ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളതെന്ന് വെച്ചാൽ. ഓക്കെ, ഡ്രസ്സിങ്ങിൻ്റെ സംഭവം ചീറ്റ് കോഡല്ല അതേപോലെ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ എക്സ്ട്രാ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ചീറ്റ് കോഡിൻ്റെ ഒരു വീഡിയോ പിന്നെ ചെയ്യാം. ഓക്കെ, അയ്യോ, ഞാനിപ്പോൾ എന്തായാലും ഒരു GTR കണക്കെ എന്തായാലും വിളിക്കട്ടെ. എന്നിട്ട് നമുക്ക് എന്തായാലും ഈ സിറ്റി ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തൊന്ന് കാണാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു ഗെയിമിലുള്ള കാറുകൾക്കൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറുതായിട്ടൊക്കെ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. നമുക്ക് എന്തായാലും ഈ റെഡ് കളർ ഇടാം. ഓക്കെ, റെഡ് കാണാൻ നൈസായിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ഗെയിമിലാണെങ്കിൽ കാർ ഓടിക്കുന്ന ക്യാമറ ആംഗിൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. ഈ ക്യാമറ ആംഗിൾ ഇച്ചിരി സീനാണ്. നമുക്ക് നേരെ വണ്ടി ഓടിക്കാറില്ല. പക്ഷേ ഇന്റീരിയർ ആയിട്ടുള്ള ഒരു ക്യാമറ ആംഗിൾ വലിയ പ്രശ്നമല്ല ഗൈസ്. ഓക്കെ, ഈ ഒരു ക്യാമറ ആംഗിൾ കുറച്ച് സീനാണ്. നമ്മുടെ മറ്റേ ഗെയിമിലാണെങ്കിൽ കറക്റ്റായിട്ടാണ് ഇരിക്കുന്നതാണ്. ഓക്കെ, എന്തായാലും അതേപോലെ നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രൈവിംഗ് 3D പോലെ തന്നെയാണ് ഗൈസ് ഈ ഒരു ഗെയിം ഇരിക്കണമെന്ന് വെച്ചാൽ. പക്ക കോപ്പി ആയിട്ടുള്ള ഗെയിമുകളൊക്കെയാണ്. ഓക്കെ, നൈസാണൊക്കെ. ഈ ഒരു ഗെയിമിലും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രൈവിംഗ് 3Dയിലാണെങ്കിൽ വെളിയിലുള്ള എല്ലാ വണ്ടികളൊക്കെ ഒരേ കളറായിരിക്കും. ഓക്കെ, പക്ഷേ ഈ ഗെയിമിലാണെങ്കിൽ വണ്ടികൾക്ക് കളർ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രൈവിംഗ് 3Dയിൽ റെഡ് കൊനിക്സനാണ്. ഓക്കെ, പക്ഷേ ഈ ഗെയിമിലോട്ട് വന്നപ്പോൾ അത് ഗ്രീനായി മാറി. ഓക്കെ, ഇനി നമ്മുടെ മറ്റേ ഒരു പുതിയൊരു വീടില്ലേ നമ്മുടെ റിയലായിട്ട് നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രൈവിംഗ് 3Dയിലുള്ള ആ ഒരു വീടിൻ്റെ ഏരിയയിലോട്ട് പോകുമ്പോഴാണ് ഗൈസ് ഫസ്റ്റത്തെ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞത്. ഫസ്റ്റത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീടാണ്. ഇനിയുള്ളതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ആ ഒരു എയർപോർട്ടിൻ്റെ അടുത്തുള്ള നമ്മുടെ ആ ഒരു പുതിയ വീടാണ്. ഓക്കെ, അത് മൊത്തത്തിൽ തന്നെ മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ, അവിടെ വീടിനൊക്കെ വേറെ സാധനമാണ് ഉണ്ടാക്കി വെച്ചിരിക്കണം. ഓക്കെ, ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഞാൻ എന്തായാലും ഒരു സ്റ്റോറി വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഗൈസ് നമ്മുടെ എയർപോർട്ടിനടുത്ത് നമ്മളെന്തായാലും എത്തിയിരുന്നാലും ഉണ്ട് ഗൈസ്. ഈ ക്യാമറ ആണെങ്കിൽ ഇച്ചിരി സീനാണ്. പക്ഷേ ഇന്റീരിയറിൻ്റെ അത് കുഴപ്പമില്ല. ഇതാണ് ഗൈസ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഗൈസ് നമ്മുടെ ഈ ഒരു വീടുകളൊക്കെ വരണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക്. പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായ നമ്മുടെ ഇവിടെ ഇരുന്ന ആ ഒരു വീടില്ല, വീടും സ്വിമ്മിംഗ് പൂളും എല്ലാവരുടെ അടുത്ത് കളഞ്ഞിട്ട് ഇവിടെ റെഡ് കളറിലുള്ളൊരു ഹോസ്പിറ്റൽ കളക്കെ എന്തായാലും ഇവരെന്തായാലും പണി എന്തായാലും വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്തായാലും നൈസായിട്ടുണ്ട്. ഞാൻ എന്തായാലും നമ്മുടെ ഏതാണ് മൈക്കിളിൻ്റെ വീട് പൊളിയണ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു പ്ലെയിനൊക്കെ വീണിട്ടുണ്ട്. അതിലാണെങ്കിൽ മൈക്കിളിൽ പരിക്ക് പറ്റിയുകൊണ്ട് മൈക്കിളിനെ ഈ ഒരു ഹോസ്പിറ്റലാണ് കൊണ്ടുവന്നത്. ഓക്കെ, അത് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമായിരുന്നു. ഇത് പക്ഷേ ഇന്ത്യൻ ബൈക്ക് സൂപ്പർ 3D ആണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ആ ഒരു പോലീസ് സ്റ്റേഷൻ്റെ അതേ സെയിം ബിൽഡിംഗ് ആണ്. പക്ഷേ ഇന്റീരിയർ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ ഈ റിസപ്ഷനും കുറേ സീറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ ജയിൽ പറഞ്ഞ ഏരിയ ആയിരുന്നുണ്ട്. അത് മൊത്തത്തിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടെന്നാലും ഉണ്ട്. അതേപോലെ തന്നെ മുകളിൽ പോയി കഴിഞ്ഞാൽ കുറേ കിടക്കകൾ കണക്കെ എന്നാലും ഉണ്ട് കേസ്. ഓക്കെ, കുറേ ബെഡുകൾ കണക്കെ എന്നാലും ഉണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടാണ്. ഇതൊക്കെയാണ് കിടക്കയെന്ന് വെച്ചാൽ ഉണ്ട്. ഇത് നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റിലുള്ള കിടക്കയല്ലേ, അതേപോലെയാണ് ഇരിക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, ബെഡ്. ഓക്കെ, വേറെ വലിയ കാര്യമായിട്ട് വ്യത്യാസം തന്നെ ഇല്ല. ഓക്കെ, ഇനി നമ്മുടെ ഈ ഗെയിമിൽ വന്ന ഒരു സാധനമാണ് സ്കൂൾ. ഓക്കെ, സ്കൂളും പിന്നെ വേറെ എന്തോ ഒരു സാധനം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അതെന്തായാലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അത് നമ്മുടെ ഇത് കാർ ഷോറൂമില്ലേ നമ്മുടെ ഈ ഒരു ഗെയിമിൽ കാർ ഷോറൂം എന്തോ മാറ്റിയെന്നാണ് കേസ്. ഓക്കെ, കാർ ഷോറൂമിന് പകരം അവിടെ ആയിട്ടെന്നോണെന്നാണ് നമ്മുടെ ഈ ഒരു സ്കൂളിങ്ങളൊക്കെ വന്നേക്കണമെന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് എന്തായാലും പോയി നോക്കാം. അതുപോലെ ഗൈസ് ഈ ഒരു ഗെയിമിൽ വന്ന വേറൊരു വ്യത്യാസങ്ങളൊക്കെയാണ്. നമ്മുടെ ഒറിജിനൽ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിലാണെങ്കിൽ നമ്മുടെ ജുറാസിക് പാർക്ക് റെയിൽവേ സ്റ്റേഷൻ അതൊക്കെ ഉണ്ട്. ഈ ഗെയിമിൽ അതൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും മെയിനായിട്ടുള്ളൊരു സാധനം ഗൈസ് ഈ ഒരു ഗെയിമിലില്ല. ഓക്കെ, അതെന്തായാലും ഇവരെന്തായാലും എടുത്ത് കളഞ്ഞ ഗൈസ്. ഓക്കെ, എന്താണ് സംഭവം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലവർക്കൊക്കെ മനസ്സിലായി കാണും. നമ്മുടെ ഈ ജുറാസിക് പാർക്കിൻ്റെ സൈഡിലത്തെ ഓപ്പോസിറ്റിലാണെങ്കിൽ ഒരു വില്ലേജുകളൊക്കെ ഉണ്ടായിരുന്നത്. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലുള്ള വില്ലേജ് ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്. പക്ഷേ ഗൈസ് ഈ ഒരു ഗെയിമിൽ എന്തായാലും ആ വില്ലേജ് അവരെടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ വഴിയൊക്കെ എന്തായാലും ഉണ്ട്. ഓക്കെ, എന്നാൽ ഈ ഗെയിമിൽ പ്രോപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. വില്ലേജ് സൂപ്പറായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ എന്തായാലും ഗെയിം എന്തായാലും കൊടുത്തിട്ടില്ല കേട്ടോ വില്ലേജുകളൊക്കെ. അതാണ് വേറെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ ഈ ഗെയിമിൽ കാർ ഷോറൂം ഒന്നും തന്നെ ഇല്ല കേട്ടോ. കാർ ഷോറൂം വരെ പക്ഷേ സ്കൂളുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും രണ്ട് ഗെയിം മാറി കഴിക്കാം കേട്ടോ. രണ്ട് നൈസ് ഗെയിമാണ്. ആ ഗെയിമിലില്ലാത്തല്ല ഇതിലുണ്ട്, ഇതിലില്ലാത്തല്ല അതുണ്ട്. ഓക്കെ, നമ്മുടെ കാർ ഷോറൂം പറഞ്ഞ ഏരിയ ഇതെന്തായിരുന്നു കേട്ടോ. യെസ് ഗൈസ്, ഇവിടെ ആയിരുന്നു നമ്മുടെ കാർ ഷോറൂം പറഞ്ഞാൽ. കൺസ്ട്രക്ഷൻ ഏരിയ ഇല്ല കേസ് ഉണ്ട്. കൺസ്ട്രക്ഷൻ ഏരിയ അവരെടുത്ത് കളഞ്ഞു. ഓക്കെ, ഇത് എവിടെയായിരുന്നു നമ്മുടെ കൺസ്ട്രക്ഷൻ ഏരിയ പറഞ്ഞത്, അതും എടുത്ത് കളഞ്ഞു. ഇതാണ് നമ്മുടെ സ്കൂളെന്ന് പറയണത് കേസ്. ഓക്കെ, ഇവിടെ നമ്മുടെ ഷോറൂം ആയിരുന്നു. ഓക്കെ, അത് അവർ മാറ്റിയിട്ട് സ്കൂളാക്കിയിട്ടുണ്ട്. നമുക്ക് എന്നാലും നോക്കി നോക്കാം. ഓക്കെ, ഇനി നമുക്കപ്പോൾ സ്കൂൾ വെച്ചിട്ടുള്ള വീഡിയോ പിന്നെ അവിടെ സ്കെയറി ടീച്ചറിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം കേസ്. ഓക്കെ, എൻ്റെ മോനെ ഇതും നമ്മുടെ ആ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഏതാണ്
ഹോസ്പിറ്റലിലേക്ക് ആ സെയിം ഡിസൈൻ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഓക്കെ, ഇൻറ്റീരിയർ വ്യത്യാസമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇൻറ്റീരിയർ അകത്ത് കയറുകയാണെങ്കിൽ ഇവിടെ ക്ലാസ് കണക്കൊണ്ടാണ്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഏതാണ് ബ്ലാക്ക് ബോർഡ് കണക്ക് വെച്ചിട്ടുണ്ട്. ഇത് പച്ച കളറാണ്. ഓക്കെ, പക്ഷേ ഇത് ബ്ലാക്ക് ബോർഡാണ്. ഓക്കെ, പക്ഷേ ഇത് ഗ്രീൻ ബോർഡാണ്. ഓക്കെ, പക്ഷേ അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ കുറേ ചെയേഴ്സ് കണക്കൊണ്ടുണ്ട്. ഇതൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയേക്കാണ്. ടീച്ചറിൻ്റെ ആ ഒരു മേശയാണ് ഗൈസ്. ഓക്കെ, നമുക്കിനി ഏറ്റവും മണ്ടയ്ക്ക് പോകാം. മണ്ടയ്ക്ക് മിക്കവാറും ക്ലാസ് ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം മുകളിൽ വന്നാലും ക്ലാസ് റൂമുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഗെയിമിൽ ഉള്ളതെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാനുകളൊക്കെ പറഞ്ഞാണ് ബ്രോ ഏതാണ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിൻ്റെ ഏതെങ്കിലും ഒരു കോപ്പി ഗെയിം കളിക്കാൻ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഗെയിമിൽ എന്തായാലും സ്റ്റോറി വീഡിയോ ചെയ്യുന്നതാണ്. ഇതല്ല, ഒത്തിരി അടിപൊളി കോപ്പി ഗെയിംസ് എന്തായാലും ഉണ്ട് ഗെയ്സ്. ഓക്കെ, പക്ഷേ റിയലായിട്ട് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D പോലെ ഇരിക്കണ ഗെയിം എന്ന് വെച്ചാൽ ഇതാണ് ഗെയ്സ്. ഓക്കെ, ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ ഇന്ത്യൻ ബൈക്ക് സൂപ്പർ 3D കണക്കാണ്. ഓക്കെ, എന്തായാലും നൈസാണ് കേട്ടോ. ഓക്കെ, എന്തായാലും എന്തായാലും എനിക്കെന്തായാലും ഈ ഒരു ഏതാണ് ഗെയിമുകളൊക്കെ നല്ല എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നൈസൊരു ഗെയിമാണ്. ഓക്കെ, പിന്നെ ഉള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ വണ്ടികളുടെ കളറാണ്. ഓക്കെ, മറ്റേ ഗെയിമിലാണെങ്കിൽ ഒരു കളറേ ഉള്ളൂ ഗെയ്സ്. ഓക്കെ, പക്ഷേ ഇതിലാണെങ്കിൽ നിറയെ കളറുണ്ട്. ഓക്കെ, നൈസ് ഗെയിമാണ്. എനിക്ക് തന്നെ നല്ല രീതിക്ക് എന്നൊരു ഗെയിം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഗെയിമിലില്ലാത്ത എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്, ഇതിലില്ലാത്ത എല്ലാം അതിലുണ്ട് ഗെയ്സ്. ഓക്കെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ബിൽഡായിരുന്നു ആ കാർ ഷോറൂം. ഓക്കെ, അതിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിൽ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവിടെ എങ്ങാനും പണിഞ്ഞാൽ മതിയായിരുന്നു. ഓക്കെ, പക്ഷേ ഈ ഒരു ഗെയിമിലാണെങ്കിൽ കാർ ഷോറൂം എടുത്ത് കളഞ്ഞവർ, അതേപോലെ തന്നെ 2 വീടെടുത്ത് കളഞ്ഞ ഗെയ്സ്. ഓക്കെ, ആ ഒരു ഹോസ്പിറ്റലൊക്കെ പറഞ്ഞ ഏരിയ ഇല്ലേ, അതൊക്കെ കുറച്ച് നീക്കി പണിയായിരുന്നു ഗെയ്സ്. അവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, എന്നാലും കൊള്ളാം ഗെയ്സ്, എന്നാലും നൈസൊരു ഗെയിമാണ്. ഓക്കെ, കുഴപ്പമില്ല, ഈ ഗെയിമിലില്ലാത്ത എല്ലാം ആ ഗെയിമിലുണ്ടല്ലോ, അത് മതി. ഓക്കെ, അതേപോലെ തന്നെ നൈസൊരു ഗെയിമാണ്. ഓക്കെ, അപ്ഡേറ്റിൻ്റെ ഒരു ഇതേ ഉള്ളൂ. ഓക്കെ, പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലുള്ള കാര്യങ്ങളൊന്നും ഈ ഗെയിമിലില്ലെന്നാണ്. ഈ ഗെയിമിന് അവിടെ പ്ലഗിങ് ആപ്പ് വർക്കാവുമെന്ന് അതെനിക്കറിയാൻ പാടില്ല. അതെന്തായാലും അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഗെയിമിൻ്റെ ഫുൾ ഫ്യൂച്ചേഴ്സും വെച്ചൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ കണക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ജാക്കറ്റും മാസ്കും ബാഗൊക്കെയാണ്. ഓക്കെ, ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ കണക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ കണക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഞാൻ ഇനിയും കോപ്പി ഗെയിംസായിട്ട് പിന്നെയും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ വീഡിയോസ് എപ്പോൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. അപ്പം വീണ്ടും ഒരു പുതിയൊരു കിടുക്കാച്ച് ഗെയിമോട്ടെ വീണ്ടും എന്നാലും വരുന്നതാണ്. അപ്പം പുതിയൊരു കിടുക്കാച്ച് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.